ഹലോ, നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ നടന്ന ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് വരുന്ന ചില സാമൂഹ്യ വിഷയങ്ങളുണ്ട്. ആ സാമൂഹ്യ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ആ കൊലപാതകം എന്താ ഏതാ എന്നൊക്കെ ഒന്ന് പറയാം. കൊല്ലം ജില്ലയിലെ ഉത്ര എന്ന പേരുള്ള ഒരു പാവം പിടിച്ച പെണ്ണിനെ സ്വന്തം ഭർത്താവ് പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊന്നുകളഞ്ഞു. ഉത്രയുടെ പേരിലുള്ള സ്വത്ത് തട്ടിയെടുക്കുകയായിരുന്നു ഇയാളുടെ ഉദ്ദേശം. 112 പവൻ, 3 ഏക്കർ റബ്ബർ തോട്ടം, മാസം 8,000 രൂപ, ഇതൊക്കെ സ്ത്രീധനമായിട്ട് നൽകിയാണ് മാതാപിതാക്കൾ ഉത്രയെ ഭർത്താവായ സൂരജിന്റെ കയ്യിലോട്ട് കെട്ടിച്ചയച്ചത്. സംഭവം എല്ലാം നടന്നതിന് ശേഷം ഒരു മാധ്യമ പ്രവർത്തക ഉത്രയുടെ അച്ഛനോട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ഇതിനു മുൻപ് എപ്പോഴെങ്കിലും ഭർത്തൃ വീട്ടിൽ അനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ച് ഉത്ര താങ്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്ന്. അതിന് ഉത്രയുടെ അച്ഛൻ നൽകുന്ന ഒരു മറുപടിയുണ്ട്. അത് ഇപ്രകാരമാണ്: കല്യാണമപ്പോ ഇതൊക്കെ സംഭവിക്കുന്ന സ്വാഭാവികമല്ലേ, പോകുന്നിടത്തോളം പോട്ടെ എന്ന് വിചാരിച്ചു. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ സാമൂഹ്യ വിഷയം. ഇനി നമുക്ക് സിനിമയിലേക്ക് വരാം. സിനിമയുടെ പേര് ജൂലി ആൻഡ് ജൂലിയ. '2009 ഈ സിനിമ റിലീസായത്. 1950, 2002 ഈ രണ്ട് കാലഘട്ടങ്ങളിലായി ജീവിക്കുന്ന രണ്ട് സ്ത്രീകളുടെ ജീവിതമാണ് ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. ഇനി നമുക്ക് 1950 സിനിമയിലെ നായികയെ പരിചയപ്പെടാം. ജൂലിയ ചൈൽഡ് എന്ന അമേരിക്കക്കാരിയായ ഒരു വീട്ടമ്മ. ഭർത്താവായ പോൾ ചൈൽഡ് എംബസി ഉദ്യോഗസ്ഥനാണ്. പല പല രാജ്യങ്ങളിലായി ജോലി ചെയ്യുന്ന പോൾ ചൈൽഡിന് ഒരു സ്ഥലത്തും സ്ഥിരമായി നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സ്ഥിരമായ ഒരു ജോലി ചെയ്യുവാൻ ജൂലിയയ്ക്കും സാധിക്കുന്നില്ല. എന്നാൽ പ്രായമേറെയായിട്ടും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ആ ആവേശം ജൂലിയയിൽ കെട്ടടങ്ങിയിട്ടില്ല. എന്നാൽ എന്ത് ചെയ്യും എന്നതിനെ കുറിച്ചായിരുന്നു ജൂലിയയ്ക്ക് ഒരു വ്യക്തതയില്ലാത്തത്. വ്യക്തതയില്ലാത്ത ജൂലിയോട് ഭർത്താവായ പോൾ ചൈൽഡ് ഒരിക്കൽ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. നീ ജീവിതത്തിൽ ഏറ്റവും ആസ്വദിക്കുന്നത് എന്താണ്? അതിന് രസകരമായ ഒരു മറുപടിയായിരുന്നു ജൂലിയ പറഞ്ഞത്: എനിക്ക് ആഹാരം കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പൊ പോള് പറയുന്നുണ്ട്, എന്നാ നിനക്ക് അത് തന്നെ ഇന്ന് ചെയ്തൂടെ? ഫ്രാൻസിൽ താമസിക്കുന്ന ജൂലിയ ഫ്രഞ്ച് കുക്കിംഗ് പഠിക്കുന്നതിനായി ഒരു കുക്കിംഗ് ക്ലാസ്സിൽ ചേർന്നു. കുക്കിംഗ് ക്ലാസ്സിലെ തന്റെ സഹപാഠികൾ തന്റെ പ്രായത്തെയും അതുപോലെ തന്നെ തന്റെ പാചകം ചെയ്യുന്ന രീതിയും ഒരുപാട് പരിഹസിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും ജൂലിയെ ബാധിക്കുന്നതേയില്ല. തനിക്ക് ചുറ്റിനുമുള്ള ആൾക്കാർ എത്രയൊക്കെ ഡിസ്കറേജ് ചെയ്താലും അതൊന്നും ജൂലിയെ ബാധിക്കില്ല. അതാണ് ജൂലി എന്ന ക്യാരക്ടറിന്റെ ഒരു പ്രത്യേകതയും. പഠനത്തിന് ശേഷം ഡിപ്ലോമ നേടി കുക്കിംഗിൽ ഒരു അധ്യാപികയാക്കാനായിരുന്നു ജൂലിയുടെ പ്ലാൻ. എന്നാൽ ജൂലിയ ചൈൽഡിന്റെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കിക്കൊണ്ട് രണ്ട് സുഹൃത്തുക്കൾ കടന്നു വരികയാണ്. ഇവരുടെ ഇടപെടലിന്റെ ഭാഗമായി താൻ ഡെവലപ്പ് ചെയ്ത 524 ഫ്രഞ്ച് റെസിപ്പികളെ കുറിച്ച് ഒരു പുസ്തകം ജൂലിയ ചൈൽഡ് എഴുതുകയുണ്ടായി. തുടർന്ന് മാസ്റ്ററിംഗ് ഇൻ ഫ്രഞ്ച് കുക്കിംഗ് എന്ന പേരിൽ ആ പുസ്തകം ആഗോളതലത്തിൽ ശ്രദ്ധ നേടി. അതോടെ ജൂലിയ ചൈൽഡ് എന്ന പാചകക്കാരി അതിപ്രശസ്തിയായി മാറി. ഇതിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ജൂലിയ ചൈൽഡ് എന്ന പാചകക്കാരിയുടെ ജീവിതത്തെ ആസ്പദമാക്കി തന്നെയാണ് ഈ ഒരു ക്യാരക്ടറും ഡെവലപ്പ് ചെയ്തത്. ഇനി 2002 ജീവിക്കുന്ന ജൂലി പവൽ എന്ന സിനിമയിലെ നായികയെ പരിചയപ്പെടാം. ഒരു മാഗസിൻ എഴുത്തുകാരിയായി ജോലി ചെയ്തിരുന്ന ജൂലി വിവാഹത്തിന് ശേഷം ഭർത്താവായ എറിക് പവലിനൊപ്പം ന്യൂയോർക്കിലേക്ക് സെറ്റിൽ ആവുകയാണ്. ഒരു കോൾ സെന്ററിലാണ് ജൂലി പവൽ ജോലി ചെയ്യുന്നത്. എന്നാൽ വിരസമായ കോൾ സെന്ററിലെ ആ ജോലിയിൽ നിന്നും കുക്കിങ്ങിലൂടെയാണ് ജൂലിയ ആശ്വാസം കണ്ടെത്തുന്നത്. തന്റെ ജീവിതത്തിലെ നൈരാശ്യവും വിരസതയും ഒക്കെ ഒഴിവാക്കാനായി ബ്ലോഗ് എന്ന ചിന്ത ജൂലിയുടെ മനസ്സിൽ ഉദിക്കുന്നു. എന്നാൽ ഏത് വിഷയത്തെക്കുറിച്ച് ബ്ലോഗ് എഴുതണം എന്ന കാര്യത്തിൽ ജൂലിക്ക് അത്ര വ്യക്തതയില്ല. എന്നാൽ താൻ ഏറെ ആസ്വദിക്കുന്ന കുക്കിങ്ങിനെ കുറിച്ച് ബ്ലോഗ് എഴുതിക്കൂടെ എന്ന് ഭർത്താവായ എറിക് ജൂലിയോട് ചോദിക്കുന്നുണ്ട്. താൻ ഏറെ ആരാധിക്കുന്ന ജൂലിയ ചൈൽഡ് എന്ന പാചകക്കാരി എഴുതിയ മാസ്റ്ററിംഗ് ഇൻ ഫ്രഞ്ച് കുക്കിംഗ് എന്ന പുസ്തകത്തിലെ 524 റെസിപ്പികൾ 365 ദിവസം കൊണ്ട് ഉണ്ടാക്കുവാനും അതിന്റെ അനുഭവങ്ങൾ ബ്ലോഗിൽ എഴുതാനും ജൂലിയ പവൽ തീരുമാനിക്കുന്നു. ഏറെ പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് ജൂലി പവൽ തന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത്. തന്റെ ബ്ലോഗ്, അതായത് ജൂലി ആൻഡ് ജൂലിയ പ്രോജക്ട് എന്ന ബ്ലോഗ് ഏറെ ശ്രദ്ധിക്കപ്പെടുകയും തുടർന്ന് ആ പേരിൽ തന്നെ ഒരു പുസ്തകം ഇറക്കുകയും ചെയ്തു. ഈ പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. നോറ എഫ്രോൺ സംവിധാനം ചെയ്തിരിക്കുന്ന സിനിമയിൽ മെറിൽ സ്ട്രീപ്പ്, ആമി ആദംസ്, ക്രിസ് മെസ്സീന, സ്റ്റാൻലി ലൂസി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ സിനിമയും ഉത്രയുടെ കൊലപാതകവും തമ്മിൽ എന്താ ബന്ധമെന്നല്ലേ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, യഥാർത്ഥ ജീവിതങ്ങളെ ആസ്പദമാക്കിയാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. അതായത് ജൂലിയുടെയും ഭർത്താക്കന്മാരായ എറിക് പവലും അതുപോലെ തന്നെ പോൾ ചൈൽഡും. ഇവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് വേണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ സാമൂഹ്യ വിഷയത്തെ കാണാൻ.
ഇനി നമുക്ക് ആ സാമൂഹ്യ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ നാട്ടിൽ ഈ പെൺമക്കളെ കെട്ടിച്ചയക്കുമ്പോൾ ഈ പെണ്ണിന്റെ വീട്ടുകാര് പെങ്കൊച്ച് നൽകുന്ന ചില ഉപദേശമുണ്ട്. അതായത് ഇനി മുതൽ ഭർത്താവിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് വേണം നീ ജീവിക്കാൻ, ഭർത്താവിന്റെ ഇഷ്ടമായിരിക്കണം നിന്റെയും ഇഷ്ടം. എന്നാൽ ഭാര്യയുടെ ഇഷ്ടങ്ങളും പരിഗണിക്കണമെന്ന് ഭർത്താവിന്റെ വീട്ടുകാര് ഭർത്താവിനെ അങ്ങനെ ഉപദേശിക്കാറില്ല. മനുഷ്യനെ പിന്നോട്ട് വലിക്കുന്ന ഇത്തരം സാമൂഹ്യ വ്യവസ്ഥകളുടെ ഇരയാകുന്നത് ഉത്രയെ പോലുള്ള പാവം പിടിച്ച പെങ്കൊച്ചുങ്ങളായിരിക്കും. ഞാനിപ്പോ പറയുമ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും നമ്മുടെ നാട്ടിലുള്ള ഭർത്താക്കന്മാരെല്ലാം മോശക്കാരാണെന്നും ഭാര്യമാരെല്ലാം ഭയങ്കര പുണ്യവതികളുമാണ്, അങ്ങനെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ വിചാരിക്കും. എന്നാൽ അങ്ങനെയല്ല, മറിച്ചും സംഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ കാലാകാലങ്ങളായിട്ട് നമ്മുടെ പെൺമക്കളെ വിവാഹ കമ്പോളത്തിൽ വിൽപ്പന ചരക്കാക്കുന്ന ഈ രീതി അത് ഇത്രയും പെട്ടെന്ന് തന്നെ പൊളിച്ചു വഴിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ജൂലി ആൻഡ് ജൂലി എന്ന സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങളുടെ ഭർത്താക്കന്മാരായ പോളും എറിക്കും അവരുടെ ഭാര്യമാർക്ക് നൽകുന്ന ഇമോഷണൽ സപ്പോർട്ടും സ്നേഹവും കരുതലും അതാണ് ഈ സിനിമയെ കൂടുതൽ മനോഹരമാക്കുന്നത്. മനുഷ്യനെ പിന്നോട്ട് വലിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥകളുടെയും ഭാഗമല്ലാത്തത് കൊണ്ടായിരിക്കാം അവരുടെ ഭർത്താക്കന്മാർക്ക് അവരുടെ ഭാര്യമാരെ വ്യക്തികളായും അതുപോലെ തന്നെ ബഹുമാനത്തോടെയും അവരോട് പെരുമാറാൻ സാധിക്കുന്നത്. ഏതായാലും ലോക്ക്ഡൌൺ ആയിട്ട് നമ്മൾ എല്ലാവരും ഭൂരിപക്ഷം പേരും ഇപ്പോൾ വീട്ടിലിരിപ്പാണല്ലോ. ഇതുപോലുള്ള സിനിമകളൊക്കെ കണ്ട് നമ്മുടെ ചിന്തകളെ ഒന്ന് വിശാലമാക്കുക. ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. സോ ഇന്നത്തെ സിനിമാ വിശേഷം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.